കോഴിക്കോട് വെർച്വൽ അറസ്റ്റ് എന്ന പേരിൽ 75-കാരിയുടെ 36 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 4 പേർ പിടിയിലായി. പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ടിന്റെ ഉടമയും തട്ടിപ്പ് സംഘത്തിന് ബാങ്ക് അക്കൗണ്ടുകൾ സംഘടിപ്പിച്ചു നൽകുന്നവരുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. വയോധികയെ വിദേശത്തിരുന്ന് വെർച്വൽ അറസ്റ്റ് ചെയ്ത കുറ്റവാളിയെ തേടി സൈബർ പോലീസ് അന്വേഷണം തുടരുകയാണ്. കോഴിക്കോട് വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന 75-കാരിയെ തേടി വിദേശത്ത് നിന്നും വാട്സപ്പ് വീഡിയോ കോളാണ് എത്തിയത്. മുംബൈയിലെ കൊളാബ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്നും 4 കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് കേസിൽ താങ്കളെ അറസ്റ്റ് ചെയ്യുകയാണെന്നും വിളിച്ചയാളുടെ ഭീഷണി. തുടർന്ന് വയോധികയുടെ പേരിൽ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായുള്ള 36 ലക്ഷം രൂപ തട്ടിയെടുത്തു. പണം നഷ്ടമായി ദിവസങ്ങൾക്കിപ്പുറമാണ് നടന്നത് തട്ടിപ്പാണെന്ന് വയോധിക തിരിച്ചറിഞ്ഞത്. സൈബർ പോലീസിൽ പരാതി. പണമെത്തിയത് 2 അക്കൗണ്ടുകളിലേക്കെന്ന് പോലീസ് കണ്ടെത്തി. തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ച ബാങ്ക് അക്കൗണ്ടിന്റെ ഉടമയെയും വൻകിട തട്ടിപ്പ് സംഘത്തിന് ബാങ്ക് അക്കൗണ്ടുകൾ സംഘടിപ്പിച്ചു നൽകുന്ന സംഘത്തിലെ അംഗങ്ങളെയുമാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് പറവപ്പടി സ്വദേശി കെ ഹരിപ്രസാദ്, കല്ലായി സ്വദേശി ഫാസിൽ, അത്താണിക്കൽ സ്വദേശി കെ വി ശിഹാബ്, മലാപ്പറമ്പ് സ്വദേശി എ റബിൻ എന്നിവരാണ് പിടിയിലായത്. ഈ കേസിൽ നിങ്ങൾ അവരെ പറഞ്ഞിരിക്കുന്നത് ഒരു മുമ്പ് രാജ്യത്തുണ്ടായിരുന്ന ഒരു ജെറ്റ് എയർവേസിൻ്റെ നരേഷ് ഗോയൽ ഉൾപ്പെട്ട ആ സ്കാമിൽ നിങ്ങളെ അക്കൗണ്ട് ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ വലിയ തോതിലുള്ള മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടെന്നും അതിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാണ് അവർ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അന്വേഷണത്തിൽ ഇത് പണം അയച്ചു കൊടുത്ത 2 അക്കൗണ്ടുകളിലേക്കാണ് അയച്ചു കൊടുത്തത് കാണപ്പെട്ടു. ഈ അക്കൗണ്ടുകൾ രണ്ടും കേരളത്തിലാണ്. ഇത്തരം സൈബർ ഫ്രോഡുകളിൽ ഫസ്റ്റ് ലെയർ അക്കൗണ്ടുകൾ സാധാരണ കേരളത്തിൽ വളരെ കുറവാണ്. ഈ കേസിൽ ഇത് 2 അക്കൗണ്ടും കേരളത്തിലെ അക്കൗണ്ടിലേക്കാണ് വന്നിട്ടുള്ളതെന്നുള്ളതാണ്. ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾ ഇന്നലെ ഈ ഒരു അക്കൗണ്ട് ഹോൾഡറെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത അയാൾ റിമാൻഡിലാണ്. തുടർന്ന് ബാക്കിയുള്ള ഈ അക്കൗണ്ട് സംഘടിപ്പിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് നൽകിയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഇന്നിപ്പോൾ ബാക്കി 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ അക്കൗണ്ട് തട്ടിപ്പ് സംഘങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് കമ്മീഷൻ തുക കിട്ടുന്നുണ്ട്. ഈ കമ്മീഷൻ തുക ഇവർ കൈപ്പറ്റിയതിന് ഉള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ നമ്മൾ ഇന്ന് അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഇവർക്ക് ഈ പ്രതികൾക്ക് തട്ടിപ്പ് സംഘത്തിന് അക്കൗണ്ട് കിട്ടി എന്നുള്ള അന്വേഷണത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തട്ടിപ്പ് സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരം അക്കൗണ്ടുകൾ സംഘടിപ്പിച്ച് കൊടുക്കുന്നതിന് വലിയ തോതിലുള്ള തുകകൾ കൈമാറും ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കറണ്ട് അക്കൗണ്ടുകൾ ഉപയോഗിക്കുകയും 1-2 ആഴ്ച ഈ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് മാക്സിമം പണം ഇവർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതിൻ്റെ കമ്മീഷൻ കൈപ്പറ്റുകയും ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽപ്പെട്ട കുറച്ച് ആളുകളെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. സംഘത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേർക്കായി പോലീസ് അന്വേഷണം തുടരുന്നു. പോലീസ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വെർച്വൽ അറസ്റ്റ് എന്ന് വിശ്വസിപ്പിക്കുന്നത് തട്ടിപ്പ് സംഘത്തിൻ്റെ മാത്രം രീതിയാണ്. ഇത്തരം തട്ടിപ്പിൽ വീഴരുത്. തട്ടിപ്പിനിരയായെന്ന് തോന്നിയാൽ ഉടൻ 1930 എന്ന നമ്പറിൽ സൈബർ സെല്ലുമായി ബന്ധപ്പെടണം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.